അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. വളരെയേറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ചിലർക്കൊന്നും ഈ വാർത്ത സഹിക്കാനാവില്ല. അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഭാര്യ അറിയുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമൻ മരണപ്പെട്ടു എന്നുള്ള വിവരം. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട ഈ ഒരു വാർത്ത പേഴ്സണലായി നമ്മളെ ഏറെ വേദനിപ്പിച്ചു. ചില മരണവാർത്തകൾ അങ്ങനെയാണ്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്ന ഞങ്ങൾ പോലും സ്റ്റക്കായി പോകാറുണ്ട്. അതുകൊണ്ടാണ് ഈ വാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിലെത്താൻ താമസിച്ചത്. വിവാഹം കഴിഞ്ഞ് 2 വർഷമേ ആയുള്ളൂ. ഒന്നിച്ച് ഹൃദയം പങ്കിട്ട് ഒരുപാട് സ്വപ്നം കണ്ടവർ. പക്ഷെ വിധി അതിന് ഒരുപാട് ആയുസ് നൽകിയില്ല. അതിലൊരാൾ മരണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നടന്ന അതിദാരുണമായ വാഹനാപകടത്തിൽ ഈ ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടമായി. കൂടെയുണ്ടായിരുന്ന ഭാര്യ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ആ ഒരു യുവാവ് ഇന്ന് ഗൾഫിൽ പോകാനിരിക്കെയാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. എന്താ അല്ലേ, ആളുകളോടൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ നാളെ ഞാൻ യാത്ര പോകുമെന്ന്. പക്ഷെ ആ ഒരു യാത്ര ഇങ്ങനെയുള്ള യാത്രയായിപ്പോയി. പടച്ച റബ്ബ് ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക. എരുമപ്പെട്ടി പാഴിയോട്ട് മുറിയിൽ കാറ് ബൈക്കിലിടിച്ചാണ് ഈ ഒരു അപകടമുണ്ടായത്. ആദൂർ കാരങ്ങൽ സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് മരണപ്പെട്ടത്. 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന ഹാഷിമിൻ്റെ ഭാര്യ എരുമപ്പെട്ടി സ്വദേശി സിയ മൈമൂന എന്ന 20 വയസ്സുകാരി ഗുരുതര പരിക്കുകളോടെ ഇന്ന് ചികിത്സയിലാണ്. പാവം, അവരറിയാതെയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നോട് വിട പറഞ്ഞു പോയത്. പടച്ച റബ്ബേ, ഇതുപോലൊരവസ്ഥ ആർക്കും നീ വരുത്തല്ലേ റബ്ബേ. ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. എത്രയും പെട്ടെന്ന് ആ ചികിത്സയിലായിരിക്കുന്ന ആ കുട്ടിക്ക് നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. ആ ആശുപത്രിയിൽ നിന്നും നീ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. ആമീൻ. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ പാഴിയോട്ടുമുറി പത്രമംഗലം റോഡിന് സമീപമാണ് ഈ ഒരു അപകടമുണ്ടായത്. കണ്ടു നിന്നവരൊക്കെ തലയിൽ കൈവച്ചു പോയി. ആ ഒരു ദാരുണമായ അപകടം കണ്ടിട്ട് കണ്ടു നിൽക്കാൻ പറ്റാത്ത അപകടമായിരുന്നു സംഭവിച്ചത്. വടക്കാഞ്ചേരി ഭാഗത്ത് നിന്ന് അമിത വേഗത്തിൽ വന്നിരുന്ന കാറ് നിയന്ത്രണം വിട്ട് എതിർ ദിശയിലേക്ക് സഞ്ചരിച്ച് എതിരെ വരികയായിരുന്ന ഇവരുടെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അതിശക്തമായ ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ ദമ്പതികൾ അങ്ങ് ദൂരേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. യാ അല്ലാഹ്. തുടയെല്ല് തകർന്ന ഹാഷിം എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്ന് പുലർച്ചെ 2:30 മരണപ്പെടുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹാഷിമിന് അതീവ പരിക്കുകളായിരുന്നു. തുടയെല്ല് പൊട്ടിയ ഹാഷിമിൻ്റെ കാല് ശസ്ത്രക്രിയയിലൂടെ മുറിച്ചു മാറ്റിയിരുന്നു. ഹാഷിമിൻ്റെ ഭാര്യ സിയ മൈമൂനയുടെ കൈകാലുകളുടെ എല്ലുകൾക്കും ഇടുപ്പ് എല്ലിനും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയാക്കി ചികിത്സയിലാണ്. പടച്ച റബ്ബ് എത്രയും പെട്ടെന്ന് സലാമത്താക്കി കൊടുക്കട്ടെ. 2 വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. എരുമപ്പെട്ടിയിലെ ഭാര്യ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇന്ന് ഗൾഫിലേക്ക് പോകേണ്ടവൻ യാത്ര പറയാൻ പോയതായിരിക്കില്ലേ. എത്ര ആളുകളോട് യാത്ര പറഞ്ഞിട്ടുണ്ടാകും പടച്ച റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് ഒരു കുടുംബത്തിൻ്റെ ജീവനും ജീവിതവും ഇല്ലാതാക്കുന്നത്. അമിത വേഗത, ധൃതി, ഇതൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നാശത്തിലേക്കാണ്. ക്ഷമ, സമാധാനം, സാവധാനം, അതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ കാരണം ഒരാളുടെ ജീവൻ പോലും നഷ്ടമാകാൻ പാടില്ല. ജീവൻ നമ്മുടേത് മാത്രമല്ല, മറ്റൊരാളുടെ കൂടി ജീവനാണ്, ജീവിതമാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. സംഭവിക്കില്ല എന്നല്ല, സംഭവിക്കുമെന്നുള്ള ഭയമാണ് നമുക്ക് വേണ്ടത്. ഭയം നമുക്ക് സംരക്ഷണം നൽകും, പ്രൊട്ടക്ഷൻ നൽകും. അശ്രദ്ധയായ ഡ്രൈവിങ്ങിൽ നമ്മളൊക്കെ ജാഗ്രതയായിരിക്കണം. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യണം. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു ദുആ കൊണ്ടായിരിക്കും നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് കൈച്ചലാക്കുന്നുണ്ടാവുക. മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യുമ്പോൾ അവരുടെ ഖബറിൽ അവർക്ക് സന്തോഷമുണ്ടാകും. എല്ലാവരും ദുആ ചെയ്യുക. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മുഹമ്മദ് ഹാഷിം എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഇവരുടെ ഭാര്യ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് റബ്ബേ.
അവർക്ക് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. ആ ആശുപത്രിയിൽ നിന്നും എത്രയും പെട്ടെന്ന് നീ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മരണപ്പെട്ട ഹാഷിമിന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ കുടുംബത്തിൻ്റെ അവസ്ഥ നിനക്കറിയാലോ റബ്ബേ. നാളെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.